വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നന്ദൂസ് ബ്യൂട്ടി വേൾഡ്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് വലിയൊരു സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിട്ടുള്ള എന്താണെന്നല്ലേ, ആർക്കും ഒന്നിനും സമയമില്ലാത്ത ഒരു കാലത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് അല്ലേ. അപ്പോഴത്തേക്കും ആ കൂട്ടത്തിൽ പെടുന്ന പല കാര്യങ്ങളും നമുക്കുണ്ടാവും, പ്രധാനപ്പെട്ട പല കാര്യങ്ങളും ഉണ്ടാവും. എന്നാൽ അതിൽ ആ പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒന്ന് തന്നെയാണ് നമ്മളുടെ സ്കിൻ കെയർ എന്ന് പറയുന്നത്, അഥവാ ചർമ്മ സംരക്ഷണം എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ സ്കിൻ കെയർ ചെയ്യണമെന്ന് ആഗ്രഹമില്ലാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല. എന്നാൽ നമുക്കതിന് സമയം ഒട്ടും ഇല്ലാത്ത അവസ്ഥയായിരിക്കും ഉണ്ടാവുക. മുഖക്കുരു, കറുത്ത പാടുകൾ, അല്ലെങ്കിൽ കണ്ണിന് ചുറ്റുമുള്ള കറുപ്പ്, തടിപ്പ്, ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഇല്ലാത്തവരുടെ എണ്ണമാണ് കുറവെന്ന് പറഞ്ഞാലും വലിയ അത്ഭുതമൊന്നുമില്ലല്ലേ. അപ്പോൾ ഇതൊക്കെ വലിയ കാര്യമാണോ എന്ന് ചിന്തിക്കുന്നവരും ഉണ്ടാവാം. എന്നാൽ മറ്റേതിലെന്ന പോലെ തന്നെ ചർമ്മ സംരക്ഷണം അഥവാ സ്കിൻ കെയർ വളരെയധികം പ്രധാനപ്പെട്ട ഒന്ന് തന്നെയാണ്. നമ്മൾ സ്കിൻ കെയറിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട പല കാര്യങ്ങളാണ് നമ്മൾ കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും പിന്നെ നമ്മളെ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്നു പോകരുത്. ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഒരുപാട് വെച്ച് താമസിപ്പിക്കേണ്ടല്ലേ, നേരെ വീഡിയോയിലേക്ക് പോകും. അതിൽ നമുക്ക് ഒന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ വൈറ്റമിൻ സി ആണ്. നമ്മളുടെ സ്കിൻ കെയറിൽ വലിയൊരു പങ്ക് നമ്മളുടെ വൈറ്റമിൻ സിക്ക് ഉണ്ട്. അപ്പോൾ നമുക്ക് ഏതെങ്കിലും ഇഷ്ടപ്പെട്ട നല്ലൊരു വൈറ്റമിൻ സി സെറം തന്നെ നമുക്ക് ഉപയോഗിക്കാം. നല്ലൊരു ഫേസ് സെറം, വൈറ്റമിൻ സിയുടെ നല്ലൊരു ഫേസ് സെറം വാങ്ങിച്ചിട്ട് നമുക്ക് അത് കൃത്യമായിട്ട് അത് ഫോളോ ചെയ്ത് പോവുകയാണെങ്കിൽ നല്ലൊരു എന്താ പറയുക, അത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഭക്ഷണത്തിലൂടെയും വൈറ്റമിൻ സി അടങ്ങിയ ഭക്ഷണത്തിലൂടെയും നമുക്ക് കഴിക്കാവുന്നതാണ്. നമുക്ക് വൈറ്റമിൻ സി അടങ്ങിയ ഭക്ഷണങ്ങൾ നമുക്ക് കഴിക്കുന്നതിലൂടെ നമുക്ക് വൈറ്റമിൻ സി നന്നായിട്ട് കിട്ടും. അത് മാത്രമല്ല, നമുക്ക് എക്സ്ട്രാ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ സ്കിൻ കെയർ എന്ന നമ്മൾ വരുമ്പോഴത്തേക്കും നമ്മൾ മുഖത്ത് ഉപയോഗിക്കാനാണല്ലോ കൂടുതൽ എല്ലാവരും ശ്രദ്ധിക്കുക. അപ്പോഴത്തേക്കും നല്ലൊരു ഫേസ് സെറം വാങ്ങിച്ചിട്ട് നിങ്ങൾ ഉപയോഗിക്കുക. അടുത്ത രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സീസണുകൾ മാറുന്നതാണ് അല്ലേ. നമ്മളുടെ സീസണുകൾ മാറുന്നതനുസരിച്ച് നമ്മളുടെ സ്കിൻ കെയറിൽ ആ ഒരു റൂട്ടീനിൽ നമുക്കത് മാറ്റങ്ങൾ വരും. അപ്പോൾ നമ്മളുടെ നമ്മൾ ഉപയോഗിക്കുന്ന പ്രോഡക്ട്സിലും നമുക്ക് ആ സ്കിൻ കെയർ റുട്ടീൻസിൻ്റെ നമുക്ക് ആ ഒരു എന്താ പറയുക, ആ ക്ലൈമറ്റ് മാറുന്നതനുസരിച്ച് നമുക്ക് അതിൻ്റെ ഒരു ചേഞ്ചസ് കൊണ്ടുവരേണ്ടത് അത്യാവശ്യമാണ്. മഞ്ഞുകാലമാണെങ്കിൽ നമ്മൾ നല്ലതായിട്ട് ഹൈഡ്രേറ്റ് ചെയ്യുന്ന തരത്തിലുള്ള പ്രോഡക്ട്സ് നമ്മൾ ഉപയോഗിക്കുക. കാരണം എന്ന് വെച്ചാൽ നമ്മൾ നന്നായിട്ട് എന്താ പറയുക, ഇപ്പോൾ ചുണ്ടാണെങ്കിൽ തന്നെ നമ്മൾ കാല്, ഫേസ് ആണെങ്കിൽ നോർമൽ ടു ഡ്രൈ സ്കിൻ ഉള്ളവരൊക്കെ ആണെങ്കിൽ നല്ല രീതിയിൽ ഡ്രൈ ആയി പോയാലും അങ്ങനെയൊക്കെയുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ നമ്മൾ നല്ലതായിട്ട് ആ മഞ്ഞ സമയത്ത് നമ്മൾ നല്ല ഹൈഡ്രേറ്റിംഗ് കൊടുക്കുന്ന പ്രോഡക്റ്റ്സ് നമ്മൾ ഉപയോഗിക്കുക എന്നുള്ളതാണ്. അടുത്ത നമ്മൾ വേനൽക്കാലം ആകുമ്പോഴത്തേക്കും നമ്മൾ മാറ്റി നോൺ സ്റ്റിക്കി ആയിട്ടുള്ള പ്രോഡക്റ്റ്സ് നമ്മൾ ഉപയോഗിക്കുക. അപ്പോൾ അതാണ് രണ്ടാമത്തെ കാര്യം. അടുത്ത മൂന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ലിപ് കെയർ ആണ്. നമ്മുടെ മുഖം സംരക്ഷിക്കുമ്പോൾ നമ്മൾ ചുണ്ടുകളെ മറന്നു പോകരുത്. അപ്പം നമ്മൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇപ്പം മഞ്ഞുകാലമായാലും വേനൽക്കാലമായാലും നമ്മൾ ഏത് സമയമായാലും ശരി, നമ്മളൊരു മോയ്സ്ചറൈസ്ഡ് ആയിട്ടുള്ള നല്ലൊരു ലിപ് ബാം സെലക്ട് ചെയ്യുക. അത് മാത്രമല്ല, നമ്മൾ ഇപ്പോൾ ചുണ്ടൊക്കെ ആണെങ്കിൽ കടിക്കുന്ന ശീലമൊക്കെ ഉള്ളവരാണെങ്കിൽ അതൊന്നും ഒഴിവാക്കുക. അപ്പോൾ നമ്മളുടെ ഡാർക്ക് പാച്ചസ് ഒക്കെ ഉണ്ടാവാതിരിക്കാനും നല്ല രീതിയിൽ നമ്മളെ ഹെൽപ്പ് ചെയ്യും. അടുത്ത എന്താണെന്ന് വെച്ചാൽ നല്ല ഉറക്കമാണ് അടുത്ത നമ്മളുടെ ടോപ്പിക്. അടുത്തെന്ന് വെച്ചാൽ നല്ല ഉറക്കത്തിന് നമ്മളുടെ സ്കിൻ കെയറിൽ അല്ലെങ്കിൽ നമ്മളുടെ സൗന്ദര്യത്തിൽ നല്ലൊരു വ്യത്യാസം കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നല്ല രീതിയിൽ നമ്മളെ ഹെൽപ്പ് ചെയ്യും. നല്ല ഉറക്കമെന്ന് വെച്ചാൽ നമ്മളുടെ മുഖത്തിന് മാത്രമല്ല, നമ്മളുടെ ഫുൾ ബോഡിക്ക് ഏറ്റവും അധികം പ്രധാനപ്പെട്ടതാണ്. നമ്മൾ കുറഞ്ഞതൊരു 8 മണിക്കൂറെങ്കിലും ഉറങ്ങുക എന്നുള്ളതാണ്. പിന്നെ നമ്മൾ പകൽ സമയം അധികം ഉറങ്ങാതിരിക്കാൻ ശ്രമിക്കുന്നതാണ് നല്ലത്. പകൽ സമയത്ത് ഉറങ്ങുന്നവരിൽ കൂടുതലായിട്ട് എന്താ പറയുക, നമ്മൾ വെയിറ്റ് കൂടാനുള്ള ഒരു ടെൻഡൻസി കൂടുതലായിട്ട് കാണുന്നുണ്ട്. അപ്പോഴത്തേക്കും നമ്മൾ പകൽ ഉറങ്ങാൻ രാത്രിയിൽ കറക്റ്റായിട്ട് ഒരു 8 മണിക്കൂർ കറക്റ്റായിട്ട് ഉറങ്ങാൻ ശ്രമിക്കുക. മാത്രമല്ല, നമ്മൾ ഉറക്കം കുറവാകുമ്പോഴത്തേക്കും നമ്മളുടെ കണ്ണിന് ചുറ്റുമുള്ള കറുപ്പ്, ഒരു തടിപ്പ് അതൊക്കെ കൂടുതലായിട്ട് ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ കുറഞ്ഞത് നമ്മളൊരു 8 മണിക്കൂറെങ്കിലും കൃത്യമായിട്ട് ഉറങ്ങുക. അടുത്ത് നമ്മൾ മുഖം ശ്രദ്ധിക്കുക എന്നുള്ളത്. മുഖം ശ്രദ്ധിക്കുക എന്നുള്ളത് നമ്മൾ ഇത്രയും നേരം നമ്മൾ പറയുന്നത് മുഖം ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. പക്ഷേ അതിൽ കുറച്ച് കൂടുതലായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ കൈകൾ കഴുകാതെ അല്ലെങ്കിൽ വൃത്തിയില്ലാത്ത കൈകളായിട്ട് നമ്മളുടെ ഫേസിൽ ടച്ച് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ്. നമ്മൾ അങ്ങനെ ടച്ച് ചെയ്യുമ്പോഴത്തേക്കും നമ്മളുടെ കയ്യിലൊക്കെ ഉണ്ടാകുന്ന ആ സൂക്ഷ്മജീവികളൊക്കെ
കാര്യങ്ങളൊക്കെ ഇല്ലേ, അതൊക്കെ നമ്മളുടെ ഫേസിലേക്ക് പോകാൻ, നമ്മളുടെ എന്താ പറയുക, നമ്മളുടെ പോസൊക്കെ ഓപ്പൺ ആണെങ്കിൽ അതിലൂടെ ഡേർട്ടൊക്കെ ഉള്ളിലേക്ക് പോകാനും ഫേസ് ആകെ പട ഡള്ളായി പോകാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ നമ്മൾ വൃത്തിയില്ലാത്ത കൈകൾ കൊണ്ടിട്ട് നമ്മൾ ഫേസിൽ തൊടാതിരിക്കാൻ മാക്സിമം ശ്രമിക്കുക. അപ്പോൾ ഇതൊക്കെയാണ് നമ്മളുടെ സ്കിൻ കെയറിൽ വരുന്ന കാര്യങ്ങൾ. ഇനി ഒരുപാട് കാര്യങ്ങളുണ്ട്, കുറച്ചായിട്ട് നിങ്ങൾക്ക് പറയാം. നമ്മൾ വീഡിയോയുടെ ലെങ്ത്തൊക്കെ കുറച്ച് കൂടുതലായി പോയി എല്ലാവർക്കും മുഷിയില്ലേ. അപ്പോഴത്തേക്ക് നമുക്ക് കുറച്ചായിട്ട് നമുക്ക് എന്താ പറയുക, പുകയുള്ള നമ്മളുടെ വീഡിയോസിൽ നമ്മൾ ഉൾപ്പെടുത്തുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് കമൻറ്റിലൂടെ എന്നെ അറിയിക്കുക. പിന്നെ നമ്മളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് നമ്മളുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. നമ്മുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് ഹെൽപ്പ് ചെയ്യുക. അപ്പം നമുക്ക് അടുത്ത ദിവസം യൂസ്ഫുൾ ആയിട്ടുള്ള നല്ലൊരു വീഡിയോ വേണ്ടി കാണുവരെ. ടാറ്റാ ബൈ.